നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ 16 പാരാമെഡിക്കൽ കോഴ്സുകളാണ് എൽബിഎസ് വഴി ലഭ്യമായിട്ടുള്ളത്. എന്നാൽ എല്ലാ കോഴ്സുകൾക്കും ഒരേപോലെ ജോലി സാധ്യത ഇല്ല എന്നും നമുക്കറിയാം. ഈ വീഡിയോയിൽ പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള 4 ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. കേരളത്തിലെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പല വിദ്യാർത്ഥികളും നമ്മളോട് ചോദിക്കാറുണ്ട്. ഒരു കാര്യം ആദ്യമേ തന്നെ പറയട്ടെ, എല്ലാ കോഴ്സുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിലവിലെ തൊഴിലവസരങ്ങളും സ്വകാര്യ ആശുപത്രികളിലെ റിക്രൂട്ട്മെൻറ്റ് ട്രെൻഡുകളും അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ള കോഴ്സുകളിൽ 4-ാം സ്ഥാനത്ത് വരുന്നത് ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി എന്ന കോഴ്സാണ്. ഇന്ത്യയിൽ വൃക്കരോഗികളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഡയാലിസിസ് യൂണിറ്റുകളും ആശുപത്രികളും കൂടുതലായി ആവശ്യം വരുന്നുണ്ട്. വലിയ ആശുപത്രികൾ പൊതുവെ BSc ഡയാലിസിസ് ടെക്നോളജി കോഴ്സ് പഠിച്ചവരെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറുള്ളത്. എങ്കിലും ഇടത്തരവും ചെറിയതുമായ ആശുപത്രികളും ഡയാലിസിസ് സെൻ്ററുകളും എപ്പോഴും ഡിപ്ലോമ യോഗ്യതയുള്ള ടെക്നീഷ്യന്മാരെയാണ് നിയമിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഡിപ്ലോമ യോഗ്യതയുള്ള ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ ഡിഗ്രി കോഴ്സ് പഠിച്ചവരേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ജോലിക്ക് വയ്ക്കാൻ സാധിക്കും എന്നതാണ്. കൂടാതെ ഡിഗ്രി പഠിച്ചവർ വിദേശ ജോലികൾക്കോ ഉപരിപഠനത്തിനോ പോകാനുള്ള സാധ്യതകളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഡിപ്ലോമ ഉള്ള ഡയാലിസിസ് ടെക്നീഷ്യന്മാർക്ക് ഈ ഫീൽഡിൽ കൂടുതൽ ജോലി അവസരങ്ങൾ ലഭിക്കാറുണ്ട്. 3-ാം സ്ഥാനത്ത് വരുന്നത് ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി കോഴ്സാണ്. ഇന്ന് ഏതൊരു ആശുപത്രിയിലും എക്സ്റേ, CT സ്കാൻ, മറ്റ് ഇമേജിംഗ് പരിശോധനകൾ എന്നിവ ഇല്ലാതെ അധികം മുന്നോട്ട് പോകാറില്ല. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഡയഗ്നോസിസ് സെൻ്ററുകളുടെ എണ്ണവും ധാരാളം വർദ്ധിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ റേഡിയോളജിക്കൽ ടെക്നോളജിയിൽ ഡിപ്ലോമ പാസ്സായവർക്കാണ് അവസരങ്ങൾ കൂടുതൽ ലഭിക്കാറുള്ളത്. പ്രത്യേകിച്ച് ചെറിയ ആശുപത്രികളും ഡയഗ്നോസിസ് സെൻ്ററുകളും എക്സ്പീരിയൻസ് ഉള്ള ഡിപ്ലോമ ടെക്നോളജിസ്റ്റുകളെയാണ് കൂടുതൽ ജോലിക്ക് നിയമിക്കാറുള്ളത്. ജോലി സാധ്യതയുള്ള ഡിപ്ലോമ കോഴ്സുകളിൽ 2-ാം സ്ഥാനത്ത് വരുന്നത് DPharm ആണ്. DPharm കഴിഞ്ഞാൽ കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ നേടാൻ കഴിയും എന്നതാണ് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത. ഫാർമസിസ്റ്റ് ലൈസൻസ് ലഭിക്കുന്നതോടെ മെഡിക്കൽ ഷോപ്പുകളിലും ആശുപത്രികളിലും ഫാർമസികളിലും ജോലി ലഭിക്കാനുള്ള ധാരാളം അവസരങ്ങളാണ് വരുന്നത്. ചില സ്വകാര്യ ആശുപത്രികളും ഫാർമസികളും BPharm അല്ലെങ്കിൽ MPharm യോഗ്യതയുള്ളവരേക്കാൾ DPharm യോഗ്യതയുള്ളവരെയാണ് ഇപ്പോൾ കൂടുതലായി നിയമിക്കുന്നത്. കാരണം ഫാർമസിസ്റ്റായി ജോലി ചെയ്യാനുള്ള ലൈസൻസ് DPharm കോഴ്സ് കഴിഞ്ഞവർക്കും ലഭിക്കുന്നതിനാൽ സ്ഥാപനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ തന്നെ സ്റ്റാഫിനെ നിയമിക്കാൻ സാധിക്കും എന്നതാണ്. ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിൽ 1-ാം സ്ഥാനം DMLT അഥവാ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സിനാണ്. LBS വഴി ലഭ്യമായ 16 ഡിപ്ലോമ കോഴ്സുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സാണ് DMLT. പലപ്പോഴും രോഗനിർണയത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് ബ്ലഡ് ടെസ്റ്റുകളാണ്. മാത്രമല്ല മറ്റു ടെസ്റ്റുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രെസ്ക്രൈബ് ചെയ്യപ്പെടുന്ന ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റുകൾ തന്നെയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്ന് ചെറിയ പട്ടണങ്ങളിൽ പോലും മെഡിക്കൽ ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ദിവസം ആയിരക്കണക്കിന് രക്തപരിശോധനകളും മറ്റ് ലാബ് പരിശോധനകളും നടക്കുന്നതിനാൽ പരിശീലനം ലഭിച്ച ലാബ് ടെക്നീഷ്യന്മാർക്ക് എപ്പോഴും ഡിമാൻഡാണ്. പല ഡയഗ്നോസിസ്റ്റ് ലാബുകളും സ്വകാര്യ ആശുപത്രികളും ഡിപ്ലോമ യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ സ്ഥിരമായി റിക്രൂട്ട് ചെയ്യാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിഗ്രി കഴിഞ്ഞവർ ഹയർ എഡ്യൂക്കേഷനോ വിദേശ ജോലികൾക്കോ പോകാൻ സാധ്യത കൂടുതലുള്ളതിനാലും കൂടുതൽ ശമ്പളം ആവശ്യപ്പെടാൻ സാധ്യതയുള്ളതിനാലും ഇടത്തരം ആശുപത്രികളും ലാബുകളും പൊതുവെ ഡിപ്ലോമ ഹോൾഡേഴ്സിനെയാണ് കൂടുതലായി ഈ ജോലിക്ക് പ്രിഫർ ചെയ്യാറുള്ളത്. ചുരുക്കത്തിൽ നിലവിലെ തൊഴിലവസരങ്ങളും സ്വകാര്യ ആശുപത്രികളിലെ റിക്രൂട്ട്മെൻറ്റ് ട്രെൻഡുകളും നോക്കിയാൽ കേരളത്തിലെ 16 പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിൽ നിലവിൽ കൂടുതൽ ജോലി സാധ്യതയുള്ള 4 കോഴ്സുകൾ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ടെക്നോളജി, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ആൻഡ് DPharm കോഴ്സിനാണ്. പിന്നെ ധാരാളം പേർ ഇഷ്ടപ്പെടുന്ന DHI അഥവാ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എന്ന കോഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ 16 പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളുടെയും പൂർണ്ണ വിവരങ്ങളും ഓരോ കോഴ്സിൻ്റെയും ജോലി സാധ്യതകളും അറിയാൻ ഞങ്ങളുടെ 16 പാരാമെഡിക്കൽ കോഴ്സുകളെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാണുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. കൂടാതെ GNM, TTC, BSc നഴ്സിംഗ് കൂടാതെ ജർമ്മനിയിലെ ഫ്രീ നഴ്സിംഗ് പ്രോഗ്രാമിനെ കുറിച്ചുള്ള വീഡിയോകളും ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.